അസ്സലാമു അലൈക്കും. നമ്മൾ ആദ്യമായി ഈ ഒരു ഫെസ്റ്റിനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദൈവനാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ പേരാണ്, മർക്കസ് ക്ലാരി. ഈ ഒരു പേരിനോട് ചിലപ്പോൾ നിങ്ങളെക്കാളൊക്കെ ഉപരി ബന്ധമുള്ള ഒരാൾ ഞാനായിരിക്കും. കാരണം 1988 എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ, നിങ്ങളെ കുട്ടികളൊക്കെ ZQ പഠിക്കുന്ന സമയം, ആ ഒരു വയസ്സിൽ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയിൽ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. അന്ന് മുതൽ 2003 വരെ +2 ഡിഗ്രി മുഴുവൻ മർക്കസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അൽഹംദുലില്ലാ നല്ല ഒരു സമൂഹത്തിൻ്റെ നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തിയെങ്കിലും അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു കരത്തെ നമ്മളൊക്കെ ഓർക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ സമൂഹത്തിന് ഇനിയും ഒരുപാട് നേതൃത്വം നൽകാൻ അവർക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, കുട്ടികൾ, നമ്മളൊക്കെ കുട്ടികളുടെ രക്ഷിതാക്കളാണ്. ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങാം, നിങ്ങളതൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ. അന്തരീക്ഷം അനുകൂലമായാൽ ഏത് മൊട്ടും വിരിയും. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി. അന്തരീക്ഷം അനുകൂലമായാൽ ഏത് മൊട്ടും വിരിയും. ഒരു ചെറിയ വിത്ത്, നിങ്ങളൊക്കെ മനസ്സിലൊരു വിത്തിനെ കണ്ടു നോക്കി. ചെറിയൊരു വിത്ത്. ഈ വിത്ത് നമ്മളൊരു മണ്ണിലിടുകയാണ്. ചെറിയൊരു കുഴി കുഴിച്ചിട്ട് ഒരു മണ്ണിലിടുകയാണ്. മണ്ണിലിടുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഏത് സാഹചര്യത്തിലാണ് വിത്ത് മുളക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് സാഹചര്യത്തിലാണ് വിത്ത് മുളക്കുക? വിത്ത് മുളക്കാൻ അതിനാവശ്യമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടേണ്ടതുണ്ട്. എന്നാലേ ആ വിത്ത് മെല്ലെ മുളച്ച് ചെറുതാവുന്നു, ചെറിയ ഒരു ചെടിയായി മാറുന്നു. പിന്നെ അത് വലുതായി 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 പിന്നെ അതിൽ കായ്കളുണ്ടാവുന്നു, പൂക്കളുണ്ടാവുന്നു, കായ്ഫലങ്ങൾ തരുന്നു. അതിലേക്ക് അത് പടർന്ന് പന്തലിക്കുന്നു. പക്ഷേ ഈ വിത്ത് മുളക്കാൻ, വിത്ത് വളരാൻ എന്ത് വേണം? അതിൻ്റെ സാഹചര്യം അനുകൂലമായിരിക്കണം. എല്ലാ മരങ്ങൾക്കും എല്ലാ വിത്തുകൾക്കും സാഹചര്യം അനുകൂലമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം. എന്തൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമാകേണ്ടി വരും ഒരു വിത്ത് മുളക്കാൻ? ആദ്യം മണ്ണ് നന്നാവണം. ഫലപുഷ്ടമല്ലാത്ത ഒരു മണ്ണിലും വിത്ത് മുളക്കുകയില്ല. മണ്ണ് നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് വേണം? ആരെങ്കിലും ഒരാൾ അതിന് കൃത്യമായി വളം അല്ലെങ്കിൽ വെള്ളവും വളവും നൽകണം. വെള്ളം കൃത്യമായി നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. നല്ല മണ്ണാവുക. ആ മണ്ണിൽ നമ്മളൊരു ചെറിയ കുഴി കുഴിക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിത്ത് ഇടുന്നു. ഇട്ടാൽ മാത്രം പോരാ, ആവശ്യ സമയത്ത്, കൂടുതലും ആവാൻ പാടില്ല, ആവശ്യ സമയത്ത് എന്ത് ചെയ്യണം? അതിന് വെള്ളമൊഴിക്കണം. വെള്ളമൊഴിച്ച്
കൃത്യമായി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ, ഒരാളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു, പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കാൻ ചെല്ലുന്നത്, ആ വിത്ത് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ കൃത്യമായി വെള്ളം ഒഴിക്കണം. വിത്ത് മുളച്ചു വരുന്നു, മെല്ലെ മുളച്ചു വരുന്നു. അപ്പോൾ നമ്മൾ അതിനൊരു വേലി കെട്ടി കൊടുക്കണം. മറ്റുള്ള കീടങ്ങൾ, അതേപോലുള്ള കോഴി, വാട്, അല്ലെങ്കിൽ പശു, ആട്, ഇതൊക്കെ കടിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ വേലികൾ കെട്ടിക്കൊടുക്കണം. അങ്ങനെ വിത്ത് മുളക്കുന്നു, മരമാവുന്നു. സാവധാനം വിത്തൊരു അത്യാവശ്യം മരമായി മാറുന്നു. പക്ഷേ ഇപ്പോഴും കായ് ഉണ്ടാവുന്നില്ല. കായ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? വീണ്ടും വിത്തിന് മുളക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് വിത്തിന് കായ് ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലും. ഓരോ കുട്ടിയും ഓരോ വിത്തുകളാണ്. സത്യത്തിൽ ഓരോ കുട്ടികളും ഓരോ വിത്തുകളാണ്. ഈ കുട്ടികൾക്ക് വളരാനുള്ള അന്തരീക്ഷം അനുകൂലമാകാത്തിടത്തോളം കാലം അവരൊരിക്കലും വളരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ നമ്മളൊരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എന്താണ് നമ്മളുടെ ദൗത്യം? നിങ്ങൾക്ക് ഒരു കർഷകനാവാം വീട്ടിലെ. സത്യത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിത ദൗത്യം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുകയും വേണം. അത് സത്യത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. കൂടെ നമ്മൾ നട്ടിട്ടുള്ള വിത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യം ഇല്ലാതെ പോകുന്നതാണ് സത്യത്തിൽ നമ്മുടെ കുട്ടികൾ എവിടെ എത്തുന്നു എന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരം. എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ആരും മോശക്കാരല്ല, പക്ഷെ ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ, അവരുടെ കഴിവ് സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിന് കാരണം നമ്മൾ ആ സാഹചര്യം, ആ കുട്ടിയുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ ആ സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഓരോ കുട്ടികളും സത്യത്തിൽ വളരാനുള്ള സാഹചര്യം കിട്ടിയാൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വേണ്ടി വരും? ഒരു മരത്തിന് വളരാൻ എന്തൊക്കെ വേണ്ടി വരും? നല്ല വളം വേണം, നല്ല വെള്ളം വേണം, നല്ല സൂര്യപ്രകാശം വേണം, മറ്റുള്ള ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അതിനൊരു വേലി വേണം. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഒരു മരത്തിന് വളരാൻ അനുകൂലമായി വേണം. ഇതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ വളരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതിലെന്താണ് ഉണ്ടാവേണ്ടത്? ഒന്നാമതായിട്ട് ഒന്ന് മണ്ണ് തന്നെയാണ്. അത് കുടുംബത്തിലേക്ക് വന്നാൽ നമ്മളെ കുടുംബം തന്നെയാണ് ഒന്നാമത്തെ മണ്ണ്. ആ മണ്ണിലാണ് നമ്മളെ കുട്ടി വളരുന്നത്. ഈ കുട്ടി വളരുമ്പോൾ നിങ്ങൾ ഏത് മണ്ണിൽ വളർന്നു എന്നുള്ളത് ഓരോ കുട്ടിയുടെ മുഖത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, ആ കുട്ടിയുടെ സ്വഭാവം കണ്ടാൽ മനസ്സിലാവും. കുടുംബം ആണ് മണ്ണ്. ആ മണ്ണിലാണ് നമ്മളെ കുട്ടികളുടെ വിത്തിടുന്നത്. നമ്മളെ കുടുംബം എന്താണോ, നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ, അങ്ങനെ തന്നെയാണ് നമ്മളെ കുട്ടികളുള്ളത്. നിങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള പരാതി എന്താണ്? കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ളതാണ്. സത്യം തന്നെയാണ്. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല. കുട്ടികളെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാനുള്ളതല്ല, കുട്ടികളെ നിങ്ങൾ അനുകരിക്കാനുള്ളതാണ്. കുട്ടികൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷേ കുട്ടികൾ നിങ്ങളെ അനുകരിക്കും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കുട്ടികൾ അനുകരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ കുട്ടികളെ പറഞ്ഞാൽ കേൾക്കില്ല. കുട്ടികളെ പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞത് തെറ്റാണ്. ബട്ട് കുട്ടികൾ നിങ്ങൾ അനുകരിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ രക്ഷിതാവാൻ പഠിക്കണം. ഇതൊക്കെ അത്ര പഠിക്കാനുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല. യാതൊരു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും കണ്ടു വളരാത്ത ആളുകളാണ്. അതുകൊണ്ട് ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളില്ലെങ്കിൽ പോലും അത്തരം ചില സാഹചര്യങ്ങൾ നമ്മളെ വീടുകളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി വളരാൻ എന്തൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഒരു വീട്ടിൽ വേണം എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഞാൻ പറഞ്ഞത് കുടുംബം. രണ്ടാമതായി ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട്. കുട്ടികളെ നമ്മൾ എപ്പോഴും
അഭിനന്ദിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഭിനന്ദനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും ഈ ഭൂമിന്റെ ഒരു കിടപ്പ് നോക്കി, ഭൂമിയുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കി. എത്ര മനോഹരാണ് ഈ ഭൂമി അല്ലേ? അതിൽ മലകളുണ്ട്, പുഴകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്. ആ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശമുണ്ട്. എത്ര മനോഹരമായിട്ടാണ് പടച്ച തമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അങ്ങനെയല്ലേ? എത്രയോ മനോഹരമായിട്ട്. ഇനിയും ഇതിലും വലിയ ഒരു അത്ഭുതം അല്ലെങ്കിൽ പടപ്പ് പടച്ചവന് പടക്കാനില്ല. അത്രയും മനോഹരമായി ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് പടച്ചവൻ പറഞ്ഞ എന്താ? നിങ്ങൾ എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി, നിങ്ങൾ എന്നെ അംഗീകരിക്കാൻ വേണ്ടി ദിവസവും 5 നേരമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരൂ, പള്ളിയിലേക്ക് വരൂ, നിങ്ങൾ എന്നെ അഭിനന്ദിക്കൂ, നിങ്ങൾ എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് എൻ്റെ സൃഷ്ടിയെ നിങ്ങൾ കണ്ട് എന്ത് ചെയ്യൂ? അനുഭവിക്കുക, അതിൽ എന്നെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ പോലും അഭിനന്ദനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. പടച്ച റബ്ബ് പോലും പറയുന്നത് എന്താ? നിങ്ങൾ 5 നേരം എന്നെ വന്ന് കണ്ടോളൂ, എന്നോട് സംസാരിച്ചോളൂ, എന്നെ അഭിനന്ദിച്ചോളൂ, എൻ്റെ സൃഷ്ടിയിൽ നിങ്ങൾ എന്നെ അഭിനന്ദിക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും എന്തുണ്ടാവും? പടച്ച റബ്ബിന്റെ ആ പ്രകാശം കിട്ടിയിട്ടുള്ള ഓരോ ജീവികളും എന്ത് ചെയ്യുന്നുണ്ടാവും? അഭിനന്ദനം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അഭിനന്ദിക്കുക, കുട്ടികളെ നന്നായിട്ട് അഭിനന്ദിക്കണം. എന്ത് ചെയ്താലും കുട്ടികളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ അടുത്ത് എൻ്റെ മകളും സിക്യൂലാണ് പഠിക്കുന്നത്. അപ്പോ സിക്യൂന്ന് എൻ്റെ വൈഫിനോട് ഒരു രക്ഷിതാവ് പറഞ്ഞു, എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ കുട്ടീനെ സിക്യൂന്ന് വെട്ടിയിട്ട് വേറെ സ്കൂളിലേക്ക് ചേർത്താന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാരണം? സിക്യൂല് കുറച്ച് സ്വയം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ രക്ഷിതാക്കൾ ചെയ്യാതെ കുട്ടികൾ സ്വയം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നും ആ കുട്ടീനെ പറ്റൂല. മോളെ കൊണ്ട് സ്വയം ഷൂസ് ഊരിപ്പിക്കുകയാണ് ടീച്ചർ, സ്വയം ഷൂ ഇടിപ്പിക്കുകയാണ്, സോക്സ് ഇടിപ്പിക്കുകയാണ്, ബാത്റൂമിൽ പോയാൽ സ്വയം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. അതിനൊന്നും എൻ്റെ കുട്ടീനെ പറ്റൂല. അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് വെട്ടിയിട്ട് അതൊക്കെ സ്വന്തമായിട്ട് ടീച്ചേഴ്സ് ചെയ്തു കൊടുക്കുന്ന സ്കൂളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. സത്യത്തിൽ നിങ്ങളല്ല നിങ്ങളെ കുട്ടികൾ എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മൾ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ആള് മാത്രമാണ്, നമ്മൾ ആ മരത്തിന് വേലി കെട്ടുന്ന ആള് മാത്രമാണ്, നമ്മൾ ആ മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ മരമല്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ഒരിക്കലും മരമല്ല, നിങ്ങളല്ല വളരുന്നത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾ അവരുടെ സംരക്ഷകർ മാത്രമാണ്. ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അത് വേറെ ഒരു മരമാണ്, അല്ലെങ്കിൽ അതൊരു വേറെ ഒരു വ്യക്തിയാണെന്ന ചിന്ത നമുക്കുണ്ടാവണം. ആ വ്യക്തി സ്വയം വളരുകയും ആ വളരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ, അതാണ് നമ്മുടെ ദൗത്യം. പക്ഷെ പല രക്ഷിതാക്കളും ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരാവുകയാണ്, നിങ്ങളുടെ സ്വഭാവത്തെ അവരിലൂടെ കാണുകയാണ്. നിങ്ങൾക്ക് പറ്റാത്തത് ചിലപ്പോൾ ഈ IAS കാരനാവണം, IPS കാരനാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറ്റാത്തത് അത് നിങ്ങൾ അവരിൽ കാണുകയാണ്. സത്യത്തിൽ അങ്ങനെയല്ല, അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുക? ഇമോഷണൽ ബാലൻസ്, കുട്ടികളുടെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്തു വരുന്ന സമയമാണ്, അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന സമയമാണ്. അതുവരെ മുഴുവൻ 3-ാം വയസ്സ് വരെ നമ്മളെ തോളിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ബട്ട് 3 കഴിഞ്ഞാൽ അവർ കളിക്കാൻ പോകും. ഒരു പ്ലേ സ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോൾ അവർ കളി ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റു കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഉണ്ടാക്കണം. പ്ലേ സ്കൂൾ പോലുള്ള സ്കൂളുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്തരം സ്കൂളുകൾ എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കാനാണ്. കാരണം നമ്മളെ വീട്ടിൽ 1-2 ആളുകളേ ഉള്ളൂ. ഒരു 30 ആളുകളുടെ ഇടയിൽ ചെന്നാൽ ഈ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം സ്കൂളുകളിൽ പോകണം. ഒന്നുമില്ലെങ്കിൽ അംഗനവാടിയിലെങ്കിലും മിനിമം നിങ്ങൾ പറഞ്ഞേക്കണം, നിർബന്ധമായിട്ടും. കാരണം കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തു വരുന്ന, സ്വഭാവം ഡെവലപ്പ് ചെയ്തു വരുന്ന, ഉണ്ടായി വരുന്ന സമയമാണ്. അപ്പോൾ ഒരു കുട്ടി തടഞ്ഞു വീണാൽ മറ്റു കുട്ടി കൈകൊണ്ട് എടുത്ത് അവനെ പിടിച്ചു പൊക്കാനുള്ള ഒരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടാവണം. ഇമോഷണൽ ബാലൻസ് ഉണ്ടാവണം, സോഷ്യൽ സ്കിൽ ഉണ്ടാവണം. എന്താണ് സോഷ്യൽ സ്കില്ല്? സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു കഴിവ്, സമൂഹത്തിൽ ജീവിക്കാനുള്ള കഴിവുണ്ടാവണം. അതിന് നമ്മൾ കുട്ടികളെ ഇത്തരം സ്കൂളുകളിൽ പറഞ്ഞേക്കണം. എല്ലാതരം സ്കൂളുകളും അതിന് തന്നെയാണ്. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. സോക്രട്ടീസ് പറഞ്ഞത് അതാണ്, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്നാണ് പറഞ്ഞത്. മനുഷ്യന് ഒറ്റക്ക് ഒരു പെരയിലിരുത്തി നിങ്ങളൊരു കുട്ടീനെ വളർത്തി നോക്കി, അതിനെ നിങ്ങൾ ഈ ബോൺസായി എന്ന് പറഞ്ഞ ചെടി കണ്ടിട്ടുണ്ടോ? ബോൺസായി ചെടി എന്താണ്? ബോൺസായി ചെടി ഒരു ചട്ടിയിൽ
ചെറിയ ഒരു ചട്ടിയിൽ വലിയ മരങ്ങളെ ചെറിയ ഒരു ചട്ടിയിൽ വളർത്തുന്നതാണ് ബോൺസായി. വലിയ ആൽമരങ്ങളൊക്കെ, ഞാനൊരു ബോൺസായി പ്രേമിയാണ്, എൻ്റെ കയ്യിലും കുറേ ബോൺസായികളുണ്ട്. വലിയ ആൽമരങ്ങളൊക്കെ ഇത്ര വലുപ്പത്തിൽ ചെറുതാക്കി നിർത്തിയിട്ട് അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്യും, വേരുകൾ കട്ട് ചെയ്യും, എന്നിട്ട് അതിനെ ചെറുതാക്കി നിർത്തും. കാണുമ്പോൾ വലിയൊരു മരം പോലെ ഉണ്ടാവും, ബട്ട് ഇത്ര വലുപ്പമേ ഉണ്ടാവുള്ളൂ ഒരു ചട്ടീൻ്റെ ഉള്ളിൽ. എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികളെ നിങ്ങളെ ബോൺസായികളാക്കരുത്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ആൽമരങ്ങളാക്കുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ, കൺകുളിർമയുള്ളവരാകണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവിടെ ആണെന്നോ പെണ്ണെന്നോ പറഞ്ഞിട്ടില്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ സമൂഹത്തിന്റെ നേതാക്കളാക്കി, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന നേതാക്കളാക്കി കുട്ടികളെ വളർത്തണേ എന്ന് ദിവസവും പ്രാർത്ഥിക്കണമെന്നാണ് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ സമൂഹത്തെ നയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ കുട്ടിക്കുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. അതിന് നിങ്ങൾ അവരെയാക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഒരിക്കലും അവരെയാക്കുകയല്ല വേണ്ടത്. അവരാരാണോ എന്ന് തിരിച്ചറിയുക, അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനുള്ള വളമിട്ട് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അവർക്ക് കൊടുക്കുക. അപ്പോഴാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മളാവുന്നത്. അതല്ലാത്തടത്തോളം കാലം നിങ്ങൾ അവരെ നിങ്ങളാക്കാൻ ശ്രമിച്ചാൽ അവരൊരിക്കലും അതാവുകയുമില്ല. എന്നാലോ അവർക്ക് ഒരിക്കലും നിങ്ങളാവാൻ പറ്റില്ല, നിങ്ങൾക്കൊരിക്കലും അവരും ആവാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നത്തെ കാലം നമ്മളെ കുട്ടികൾ സ്ക്രീനിൽ കണ്ട് വളർന്നു വന്ന കുട്ടികളാണ്, സ്ക്രീൻ കണ്ട് വളർന്ന കുട്ടികൾ. അപ്പം അതുകൊണ്ട് അവരുടെ ലോകം നിങ്ങൾ ശ്വസിച്ച ശ്വാസമേ അല്ല അവർ ശ്വസിക്കുന്നത്, നിങ്ങൾ മണത്ത മണമേ അല്ല അവർ മണക്കുന്നത്, നിങ്ങളുടെ ആശയങ്ങളെ അല്ല അവർ സ്വാംശീകരിക്കുന്ന ആശയങ്ങൾ. നിങ്ങളിൽ നിന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള പാഠമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 20%. പണ്ടൊക്കെ നമ്മൾ വല്യമ്മാൻ്റെ അടുത്ത് നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവർ കാണുന്നത് ഈ ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലുമാണ്. അപ്പോൾ ആ സ്ക്രീൻ ടൈം നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വീട്ടുകളിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. എന്താണ് സ്ക്രീൻ ടൈം എന്നൊന്നും അപ്പം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് മൊബൈൽ ഫോണിലാണ്, ഉറങ്ങുന്നത് മൊബൈൽ ഫോണിലാണ്, ബാത്റൂമിൽ മൊബൈൽ ഫോണിലാണ്. അതിനെ നിയന്ത്രണം കൃത്യമായി കൊണ്ടുവന്ന് നമുക്ക് കുട്ടികളോട് എന്ത് ചെയ്യാൻ പറ്റണം? ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക. ചുരുക്കി പറയാം, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെ വല്യമ്മ പല ഇരിക്കണ പല, അപ്പോൾ ഇടയ്ക്ക് പുതിയ പല കൊണ്ടുവരും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പല കൊടുക്കും. അതന്നെ കോഴിക്കുട്ടികൾ ഉണ്ടായാൽ ഓരോരുത്തർക്കും ഓരോ കോഴിയാണ്. ഇതിൽ ലത്തീഫിന്റെ കോഴി, അബ്ദുറഹ്മാന്റെ കോഴി, നാസറിന്റെ കോഴി, അങ്ങനെ എല്ലാവർക്കും ഓരോ കോഴി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോഴിന്റെ പിന്നാലെ നടക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, നിങ്ങളെ വീട്ടിൽ നിങ്ങളൊരു കുട്ടിക്ക് എന്ത് ചെയ്യുക? ഒരു മരം കൊടുക്കുക, ഒരു കോയിനും കൊടുക്കുക. അത് ഒന്ന് സഹജീവികളോടുള്ള ആ സ്നേഹം അവർക്ക് വളർത്താൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു മരം ഉണ്ടായിക്കോട്ടെ, ഒരു നാരങ്ങ മരം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സിന്റെ ചെടി, അവളാവട്ടെ ആ വെള്ളം പാരുന്നത്. സ്ഥിരം ആ ചെടിയെ അവൻ വെള്ളം പാരട്ടെ. 1-2 ചെടി അങ്ങനെ നടത്തി ഓരോ കുട്ടിക്കും ഓരോ ചെടി കൊടുക്കി. കോഴിക്കുട്ടികളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ പേരിട്ട് കൊടുക്കി. മനോഹരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ വളർത്താൻ പറ്റും. സ്ക്രീൻ ടൈം ഒരുപാട് കുറക്കാൻ പറ്റും നമുക്ക്. നിങ്ങളുടെ ആർക്കെങ്കിലും വീട്ടിൽ കോഴിക്കുട്ടികൾ സ്വന്തം ഉണ്ടാവുകയാണ്, പക്ഷെ ഓരോരുത്തർക്ക് ഇത് എൻ്റെ കോഴി, ഇതിൻ്റെ കോഴി, ചോന്നത് എൻ്റെത്, ചോന്നത് ഒരാളുടെ, കറുപ്പ് വേറെ ആളുടെ. 4 കോഴിക്കുട്ടികളുണ്ടെങ്കിൽ, ഒരു ആടുണ്ടെങ്കിൽ 4 ആടുണ്ടെങ്കിൽ അല്ലെ ഒരാടുണ്ടെങ്കിൽ അതാ ഒരുത്തിന് ഒരാട്, തണ്ടാട്. അത് ആ ആട് വിറ്റ് പോകുമ്പോണ്ടാവുന്ന സങ്കടം ദുനിയാവിന്ന് തീരൂല. നോക്കുകൂലി കിട്ടിയാൽ പോലും ആ ആടിനെ വിറ്റ് പോകുമ്പോൾ, ആ പശുവിനെ വിറ്റ് പോകുമ്പോൾ ഉണ്ടാവുന്ന സങ്കടം നമ്മളൊക്കെ അനുഭവത്തിലുള്ള ആൾക്കാരാണ് അല്ലേ? നമുക്കൊക്കെ ചെറുപ്പം മുതൽ തന്നെ സംഭവം നമ്മളെ പേരിലുള്ള ആടാണെങ്കിലും ബാപ്പാരെന്ത് ചെയ്യും? ദിനിച്ചു നോയിക്കോ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഒരു കോഴിക്കുട്ടി, ഒരു ആടുണ്ടെങ്കിൽ, ഒരു കോഴിക്കുട്ടി, ഒരു മരം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നമ്മളെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ. കാരണം കുട്ടികൾ സമൂഹത്തോട് ഇണങ്ങി ജീവിക്കാൻ, സഹജീവികളോട്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിക്കുന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമ്മളെ മതവും ഇസ്ലാമും അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതിയോട് ഇണങ്ങിയ മതമാണ് നമ്മുടെ മതം, സമൂഹത്തോട് ഇണങ്ങിയ മതമാണ് നമ്മുടെ മതം. എല്ലാവർക്കും 1000 തവണ നിസ്കരിക്കണേക്കാളും നല്ലത് നിങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുന്ന മതമാണ് നമ്മുടെ മതം. സാമൂഹ്യ സേവനം ഇതിന്റെ ഭാഗമാണ്. കുട്ടികൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധാലുവാകേണ്ടതുണ്ട്. സാമൂഹ്യ സേവന രംഗത്തേക്ക് കുട്ടികളെ അതിന് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കോഴി വേണം,
ഒരു മരം വേണം, ഒരു ചെറിയ പൈസ പെട്ടി വേണം. എന്തിന്? സംഭാവനകൾ ഇട്ട് വെക്കാൻ, മർക്കസിലേക്കുള്ള സംഭാവന അല്ലെങ്കിൽ ഇന്നലേക്ക് സംഭാവന. അത് മാത്രം പോരാ, സ്വയം സമ്പാദിക്കുന്നത് പഠിക്കണം നമ്മൾ വീട്ടിൽ. കുട്ടികൾക്ക് പൈസ കൊടുക്കരുത് എന്ന് പറയുന്നതിന് പകരം കുട്ടികൾക്ക് പൈസ കൊടുത്താൽ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ചെറിയൊരു പെട്ടി, ഞാൻ നിർത്തുകയാണ്, ചെറിയൊരു പെട്ടി അതിലിങ്ങനെ ഇട്ട് വെക്കുക. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും അടക്കം പറയലുണ്ട്, എന്നോട് അടക്കം മുട്ടായി വെക്കും. അപ്പ വരുമ്പോൾ എന്താ കൊണ്ടുവന്ന മുട്ടായി കൊണ്ടു? അതേ ചോദ്യം തിരിച്ചു നിങ്ങൾ ആരെയും ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ കുട്ടികളോട് ഇന്റെ മുട്ടായി എവിടെ നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ചോദിച്ചു നോക്കി, യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ റിസൾട്ട്. മനോഹരമായ ഉത്തരങ്ങൾ കിട്ടും. നാളെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ കുട്ടികളോട് എനിക്കുള്ള മുട്ടായി കാട്ട് എന്ന് പറഞ്ഞാൽ, നാളെ എവിടെയെങ്കിലും അവള് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന മുട്ടായി അവൾ നിങ്ങൾക്ക് എടുത്തേക്കും, ഉറപ്പാണ്. അത് നിങ്ങൾക്ക് കൊണ്ടു തരും. അങ്ങനെ കൊണ്ടുവന്ന് ശീലമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കൊണ്ടു ഒരു ചെറിയ ശീലം. നമ്മൾ പൈസ ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ, പ്രത്യേകിച്ച് നമ്മളെ സമൂഹം എന്നുള്ള നിലക്ക്, ആർഭാടത്തിന് യാതൊരു കുറവില്ലാത്തൊരു സമൂഹം എന്നുള്ള നിലക്ക് പൈസ ചെലവാക്കുന്നതിനെ കുറിച്ച് കൃത്യമായും നമ്മളെ വീടുകളിൽ കൃത്യമായി കുട്ടികൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. അവര് ടൂർ പോകുന്നത് അവർക്ക് വല്യപ്പ കൊടുത്ത പൈസ ഇട്ട് വെച്ചിട്ട് തന്നെ ആവണം. നമ്മൾ പൈസ കഴിക്കുന്ന എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. വല്യമ്മ കൊടുത്ത പൈസ ഇട്ട് വെച്ചിട്ട് തന്നെ ആവണം. അല്ലെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടില്ല, നമ്മൾ തന്നെ കൊടുക്കുന്ന ചെറിയ പൈസ അവർ ബോക്സിൽ ഇട്ട് വെച്ച് അതിൽ നിന്ന് അവർ ടൂർ പോകണം, അതിൽ നിന്ന് അവർ ഉടുപ്പ് വാങ്ങണം, അതിൽ നിന്ന് ഒരു കളിപ്പാട്ടം വാങ്ങണം. അപ്പോഴേ ഓൾക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്ത് വേദന മനസ്സിലാവാൻ യാതൊരു സാഹചര്യവും ഇല്ല. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക. ഈ ടൂർ പോയിക്കോ, കുഴപ്പമില്ല, അത് എന്നാണോ എന്ന് അറിയണം, അന്ന് പോയാൽ മതി. നടക്കാൻ വേഗം പണി ഉണ്ടാവും. പോലെ എവിടുന്നെങ്കിലും ഒപ്പിച്ചിട്ട് പൈസ നടക്കും, പോലെ പോവുകയും ചെയ്യും. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടികളെ ശീലമാ പഠിപ്പിക്കേണ്ടത് വീടുകളിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണ് ഓരോ ചെടിയും ചെയ്യുന്നത്, ശീലം പഠിക്കുന്നത്. അതേപോലെ കുട്ടികളെ നമ്മൾ ശീലങ്ങൾ പഠിപ്പിക്കേണ്ടത് വീടുകളിൽ നിന്ന് ശീലങ്ങൾ പഠിപ്പിക്കണം, സ്കൂളുകളിൽ നിന്ന് ഭാഷ പഠിപ്പിക്കണം. അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളെ LKG UKG പഠിപ്പിക്കുന്നത് IAS IPS അല്ല എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, കുട്ടികളെ ബേസിക് ലിറ്ററസി ആണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യരുത്, 5ഉം 6ഉം മണിക്കൂർ കുട്ടികളെ ഇരുത്തി പ്രഷർ ചെയ്ത് എന്ത് ചെയ്യരുത്, കുട്ടികളെ എന്ത് ചെയ്യരുത്, ഓവർ പ്രഷർ അവർക്ക് കൊടുക്കരുത്. അത് അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല എന്ന് വരും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടുന്ന് കൊടുക്കുന്നതിന് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അവിടെ വന്നിട്ട് കുറച്ച് നേരം അവർ കളിക്കട്ടെ, കുറച്ച് നേരം അവരിന്ന് വായിക്കട്ടെ, കുഴപ്പമില്ല. ബട്ട് ഫുൾ ടൈം എൻ്റെ കുട്ടിയാവണം ഫസ്റ്റ്, അങ്ങനെയുള്ള മത്സര ബുദ്ധി കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് കാര്യമില്ല. മത്സരിച്ചിട്ടൊന്നും നമ്മൾ മത്സരിക്കണം, പക്ഷേ അത് വളരെ പോസിറ്റീവായിട്ടുള്ള മത്സരമായിരിക്കണം. കുട്ടികൾക്കിടയിൽ മത്സര ബുദ്ധി വളർത്താം, അത് നല്ലതാണ്. അപ്പോൾ അവർ തന്നെ സ്വയം പഠിച്ചോളും. ബട്ട് നമ്മൾ മത്സരിക്കേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി മത്സരിക്കുന്ന, നമ്മൾ യുവജനോത്സവത്തിനൊക്കെ പോയാൽ കാണാൻ പറ്റും. മത്സരിക്കുന്നത് കുട്ടിയാണെങ്കിലും ശരിക്കുള്ള മത്സരാർത്ഥി രക്ഷിതാക്കളാണെന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെ ഒന്നും മത്സരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ എവിടെ എത്തൂല. പ്രഷർ കൊടുക്കരുത്, സ്ലോലി. ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കുട്ടികളെ കേൾക്കും. പക്ഷെ അത് ചൂടായി പറഞ്ഞാൽ നേരെ തിരിച്ചാൽ നമ്മളും പറയുള്ളൂ, എന്നാൽ പിന്നെ ഒന്ന് കാണാനെന്ന് പറയും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മാനസിക സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. വീട്ടിൽ നമ്മൾ ഒതന്റിക് ആവുക, അതോറിറ്റേറ്റീവൻ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ്. അധികാരം പ്രയോഗിക്കാൻ നിന്നാൽ, നിങ്ങൾ പറഞ്ഞതേ അവിടെ നടക്കൂ എന്ന ചിന്ത നിങ്ങൾക്ക് തോന്നിയാൽ, അത് ഇന്നത്തെ കാലത്തെ കുട്ടികളായിട്ട് നടക്കൂല. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ നോക്കുന്നത് സത്യസന്ധമായിട്ടാണ് വാപ്പ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആണെങ്കിൽ അവർ നിങ്ങൾ അനുസരിക്കും. നിങ്ങൾ ചെയ്യുന്നത്, ഒരു പുകവലിക്കുന്ന ഒരു പാപ്പ മോനോട് പറയാണ്, എന്താണ് പുകവലിച്ചെന്ന്. അത് പഴയ കാലത്തൊക്കെ പേടിയുണ്ടാവും, വലിക്കാതിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വാപ്പ പോയി പണി നോക്കി എന്ന് പറയുന്ന കാലമാണ്. കാരണം എന്താ വെച്ചാൽ, വാപ്പ വലിക്കണുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, കുട്ടികൾ അതേപോലെ ചെയ്യും. കുട്ടികൾ പകർത്തുകയാണെന്ന് നോക്കുന്നത്, അല്ലാതെ വലിയ അനുസരണ എന്ന് പറയുന്ന അങ്ങനെ ഒരു വാക്കേ ഇല്ല. നമ്മളെന്താണോ അത് അതേപോലെ അവർ പകർത്തും. അപ്പം നമ്മൾ മാതൃകയാവാതെ, ജീവിതത്തിൽ നമ്മൾ മാതൃകയാവാന്നുള്ളത് മാത്രമേ അതിൽ കാര്യമുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മാനസിക സപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രമേ, മാനസികവും ശാരീരികവുമായ, അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ചില ബൗണ്ടറികൾ നമ്മൾ കെട്ടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ മരം ആര് കടിക്കും? ചിലപ്പോൾ പശു കടിച്ചു പോകും,
ചിലപ്പോൾ ആട് കടിച്ചു പോകും, ചിലപ്പോൾ കോഴി കൊത്തി പോകും ചില മരങ്ങളെ, അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയൊരു വേലി കെട്ടും. വേലികെട്ടലുകൾ ആവശ്യമാണ്. ബട്ട് വേലികെട്ടലുകളെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ ഒരു കഴിവ് നമുക്കുണ്ടാവണം. ഇന്നടത്തേക്ക് പോവരുതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പോവരുതെന്ന് കുട്ടികളോട് കൃത്യമായിട്ട് പറയണം. എന്തുകൊണ്ട് പോവരുത്? ഇന്നത്തെ കാലത്തെ കുട്ടികൾ ലോജിക്കലാണ് അവർ വളരെ കൃത്യമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പോവരുതെന്ന് പറയുന്നതിന് പകരം നീ എന്തുകൊണ്ട് അങ്ങോട്ട് പോവരുത് എന്ന് കുട്ടികളോട് പറഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഓഫ് ആക്കണം, വെറുതെ പറയാം, ഒരു ലൈറ്റ് ഓഫ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞു. കുട്ടികൾ ആ ലൈറ്റ് ഓഫ് ആക്കടാ എന്ന് പറഞ്ഞതിന് പകരം 10 രൂപയാവും കറണ്ട് ബില്ല് ചാർജ്, ആ ലൈറ്റ് 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഓഫാക്കി നോക്കൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 രൂപ ലാഭിക്കാം. അല്ലെങ്കിൽ ഒരു 5 രൂപ. എൻ്റെ അമ്മോശൻ ഇടയ്ക്ക് പറയണം അതിന് പറഞ്ഞാൽ 5 റുപ്യാന്ന് പറയും. 5 റുപ്യ പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കാനെന്ന് അർത്ഥം. കാരണം കറണ്ട് ബിൽ ആ 5 റുപ്യ ഒന്നും എടുത്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ ലൈറ്റ് ഓഫ് ആക്കണം എന്നാണ് അമ്മോശൻ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ ഡയലോഗാണ്. അപ്പോൾ നമുക്കൊരു 5 അവിടെ ലോജിക്കലായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് അങ്ങോട്ട് പോകരുത്, എന്തുകൊണ്ട് ഇങ്ങോട്ട് വരണം. ഇപ്പോൾ രാവിലെ വൈകുന്നേരം 8 മണിക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ 6 മണിക്ക് വീട്ടിലെത്തണം. എന്തുകൊണ്ട് 6 മണിക്ക് വീട്ടിലെത്തണം നിങ്ങൾ അതോറിറ്റേറിയനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും അനുസരിക്കാൻ പോകുന്നില്ല. ബട്ട് അതെന്തുകൊണ്ട് അങ്ങനെ വരണം, എന്തുകൊണ്ട് നിസ്കരിക്കണം, കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട. നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി നിസ്കരിക്കാൻ പോകുന്നില്ല, 100% ഷുവറാണ്. പക്ഷെ എന്തുകൊണ്ട് നിസ്കരിക്കണം നിങ്ങൾ പറഞ്ഞു നോക്കി. നമ്മളൊക്കെ ഒരു വ്യക്തിയാണ്. ഓരോ വ്യക്തിയും, നമുക്ക് ആരുമില്ല സത്യത്തിൽ. മീൻ ബാപ്പിയൊക്കെ ആയി സമയം കഴിഞ്ഞാൽ പോവും. പക്ഷേ നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോഴും നമുക്കൊരു തുണ പടച്ച തമ്പുരാന് മാത്രമേ ഉള്ളൂ. ആ റബ്ബിന്റെ മുമ്പിൽ നമുക്കൊരു നേരം നിന്ന് അവനോട് പറയാനുള്ളത് നേരിട്ട് പറയാൻ ഒരവസരമുണ്ട്. ഈ ഒന്ന് പോയിരുന്ന് നിസ്കരിച്ചു നോക്കാം, പടച്ചോനോട് പറഞ്ഞു നോക്കാന്ന് കുട്ടികളോട് പറഞ്ഞാൽ വളരെ ലോജിക്കലായിട്ട് അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അത് കണക്ട് ചെയ്താൽ അവർ പോയിട്ട് ചിലപ്പോൾ അപ്പം നിസ്കരിച്ചില്ലെങ്കിലും അപ്പം നമ്മളോട് കുണഞ്ഞാൽ പോലും ഭാവിയിൽ അവരുടെ മനസ്സിലതുണ്ടാവും. ഇന്നത്തെ സമൂഹത്തോട് നമ്മൾ ലോജിക്കലി സംസാരിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ തുടങ്ങിയവിടെ തന്നെ നിർത്തുകയാണ്. അന്തരീക്ഷം അനുകൂലമാക്കേണ്ടതുണ്ട്. എല്ലാ വീടുകളിലും അന്തരീക്ഷം അനുകൂലമാക്കുക. നമ്മുടെ മുട്ട് വിരിയും, മനോഹരമായി വിരിയും, പടർന്ന് പന്തലിക്കും. മറ്റുള്ളവർക്ക് ആശകൾ കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് തണലേകാൻ നമ്മളെ കുട്ടികൾക്ക് പടച്ച തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ. എല്ലാ ആശംസകളും